അപ്പൊ കളിതമാശകളല്ല ജീവിതമെന്ന് മനസ്സിലാക്കേണ്ടി വരും. വളരെ കുറച്ചു കാലം നമുക്ക് അനുവദിച്ച ഒരു മഹാഭാഗ്യമാണ് ജീവിതമെന്ന് തിരിച്ചറിയേണ്ടി വരും. അങ്ങനെ വരുമ്പോ ജീവിതത്തിൽ മുഴുവനായിട്ട് കളിതമാശകളിൽ മുഴുകരുത്. മക്കളെ കൃത്യമായി വളർത്തേണ്ടി വരും. ധാർമ്മികത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അവരെ വൃത്തികേടിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം അവരെ മാറ്റി നിർത്തേണ്ടി വരും. ആരൊക്കെ നന്നായാലും ആരൊക്കെ ശരിയായ പാതയിലേക്ക് കടന്നു വന്നില്ലെങ്കിലും പറയേണ്ടത് നമ്മൾ പറയേണ്ടതുണ്ട്. നന്നേ ചുരുങ്ങിയത് നമ്മുടെ വീടകങ്ങളിലുള്ള ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ക്ലാസ്സിൽ ആ ഒരു കോയ കുഞ്ഞാപ്പു കടന്നു വരാൻ തന്നെ കാരണം 2 ദിവസം മുന്നേ ഞാനൊരു വീട്ടിൽ ഒരു ആവശ്യാർത്ഥം പോയപ്പോൾ ചെറിയൊരു മോൻ എഴുന്നേറ്റ് ഉറക്കിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് കോണി ഇറങ്ങി വരികയാണ്. ഒരു സ്റ്റെപ്പിൽ കോയ, മറ്റേ സ്റ്റെപ്പിൽ കുഞ്ഞാപ്പു. ഇതും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എത്രമേൽ ഇത് ചെറിയ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന്. അങ്ങനെയാണ് യാദൃച്ഛികമായി നമ്മുടെ ക്ലാസ്സിനിടക്ക് അത് കയറി വന്നത്. അത് കുറെ ആളുകളൊക്കെ അങ്ങനെ കണ്ടു വന്നപ്പോ എനിക്ക് പല കുട്ടികളും അതിന്റെ കമന്റ്സുകൾ അയച്ചു തന്നു. 98% ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ടീച്ചറുണ്ട് വളരെ ആർദ്രമായി എഴുതിയിട്ട്, ഇപ്പൊ കുട്ടികളൊക്കെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും പറയണത് കേൾക്കണില്ല, പഠിക്കാൻ സന്നദ്ധരല്ല, തീരെ അച്ചടക്കമില്ലാത്തവരായി വളരുന്നു. ഇത് പാടില്ലെന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ആളുകളുടെ മക്കളെങ്കിലും സംരക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് മറുപടിയായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയണത്? ഇവർ കഠിനമായി അധ്വാനം ചെയ്താണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവരെ എതിർത്ത് തോൽപ്പിക്കരുത് ഉസ്താദെ എന്നും പറഞ്ഞ് 2 ചങ്ങാതിമാരുടെ ക്ലിപ്പ് കണ്ടു. ആർക്കും അങ്ങനെ പറയാലോ. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു സാധു മനുഷ്യൻ തെങ്ങിക്കേറി ചെത്തി ഇറങ്ങണത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ ഊറി നിൽക്കുന്ന കള്ള് ശേഖരിക്കാൻ കയറുന്നത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ അതിന്റെ മറ്റു പരിപാടികളൊക്കെ നടത്തുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയരുത് ഉസ്താദെ, കുടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് എത്രമേൽ വിഡ്ഢിത്താണ്. കഷ്ടപ്പാടുകളല്ല ഒരു കാര്യം നന്മയും തിന്മയും ആവാനുള്ള മാനദണ്ഡം. അത് നമ്മൾ മനസ്സിലാക്കുക. കഷ്ടപ്പാടുകളാണ്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ബാങ്ക് കൊള്ളയടിക്കുന്നത്? കഷ്ടപ്പാടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സമ്മതിക്കാൻ പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത്? ആരാരും കാണാതെ സങ്കേതം ഒരുക്കിയിട്ട് ബലാത്സംഗം നടത്തുന്നത്? എന്തോ ഒരു കഷ്ടപ്പാടിലൂടെ അവരിത് ചെയ്തത്. അതുകൊണ്ട് ന്യായീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഈ 2 വ്യക്തികളോട് നമുക്കൊരു താല്പര്യക്കുറവില്ല. അവര് തന്നെ ഒരു മറുപടിക്ക് ഇറങ്ങിയിരിക്കുക. നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട്, നിങ്ങൾക്കറിയില്ലേ എൻ്റെ പേര് അതെല്ലാം, നിങ്ങൾക്കറിയില്ലേ മൂപ്പര പേര് അതെല്ലാം, ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ, ഇത് യഥാർത്ഥമല്ലാന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും അറിയാത്ത ചില ആൾക്കാരുണ്ട് എന്ന് പറയാണ്. അതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ക്ഷമിക്കണം, അതൊന്നും അറിയാത്തത് കൊണ്ടല്ല. അഭിനയമാണ് ഇത് എന്നറിഞ്ഞാൽ അതോടുകൂടെ എല്ലാ പ്രശ്നം തീരുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൃശ്യം എന്ന സിനിമ കണ്ടിട്ട് പിന്നീട് കുറെ കൊലപാതകങ്ങൾക്ക് അത് കാരണമായി എന്ന് നമ്മുടെ ക്രൈം റെക്കോർഡുകൾ പറയുമ്പോൾ ഇത് ദൃശ്യത്തിൽ ആ നടൻ അഭിനയിച്ചതല്ല ജീവിച്ചതാണെന്ന് ധരിച്ചിട്ടാണോ ഇത്? മദ്യപാനം കേരളത്തിൽ കൂടുന്നതിന് സിനിമ പോലെയുള്ളത് പ്രചോദനമാകുന്നു എന്ന് ഔദ്യോഗികമായ പഠനങ്ങളിൽ കാണുന്നു. ഈ സിനിമയിൽ കുടിക്കുന്നത് കള്ളല്ല എന്നോ അല്ലെങ്കിൽ അയാൾ അഭിനയിക്കുകയാണ് ജീവിക്കല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത്? മറ്റേത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുക. ആത്മഹത്യക്ക് സിനിമ കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട്. സിനിമാ നടി പിന്നെയും ജീവിക്കും ആത്മഹത്യ കഴിഞ്ഞാലും, കാരണം അവർ അഭിനയിക്കുകയാണ് എന്നതിൽ ഒരു തർക്കമല്ല. അത് ജീവിതമല്ല എന്ന് സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ആത്മഹത്യക്ക് ഇത് സംഗതി കാരണമാക്കിക്കൊണ്ടിരിക്കുന്നു. പറയേണ്ടത് പറയാതെ പറ്റില്ല, ക്ഷമിക്കണം. നമ്മുടെ മക്കളെ ഇത് സ്വാധീനിക്കാൻ പാടില്ല. മക്കൾ ജീവിക്കേണ്ടത് അതബോടുകൂടെയാണ്. വാപ്പയോടുള്ള ഉമ്മയോടുള്ള ഡീലിംഗ് കൃത്യമായി മതം പറഞ്ഞിട്ടുണ്ട്. ആ അതിർവരമ്പിൽ നിന്ന് മാറാൻ പറ്റൂല. നമ്മുടെ വാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ചിരിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്ന് മറുപടി പറയുന്നത് മതപരമായി എത്രമേൽ ശരിയാവും? ചിരിപ്പിക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്നോ? അതിനാണ് അടിക്കൊന്നല്ല, അടിക്കണ മാതിരി കാണിക്കുകയാണെന്ന് സ്റ്റേജിൽ കയറി കാണിച്ചു കൊടുക്കുകയാണ് ഈ സാധു മനുഷ്യന്മാര്. നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചിരിപ്പിക്കൽ മതപരമായി ചിന്തിക്കുമ്പോൾ എത്രമേൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ജനങ്ങൾ ഇങ്ങനെ കുടുകുടാ ചിരിക്കാൻ വേണ്ടി. വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, അവർക്കാണ് നാശം, അവർക്കാണ് നാശം, അവർക്കാണ് നാശം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി